നമസ്കാരം. എല്ലാവർക്കും അഗ്രിമലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയറിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്കീമാണ് പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന. എന്താണ് പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന? അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള നാച്ചുറൽ കലാമിറ്റീസോ ഡിസാസ്റ്റേഴ്സോ കാരണം ക്രോപ്പ് ലോസ് സംഭവിക്കുന്ന ഫാമേഴ്സിന് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് കവറേജ് സ്കീമാണ് പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന. ഈ സ്കീം നാഷണൽ അഗ്രികൾച്ചർ ഇൻഷുറൻസ് സ്കീമിനെയും മോഡിഫൈഡ് നാഷണൽ അഗ്രികൾച്ചർ ഇൻഷുറൻസ് സ്കീമിനെയും കംപ്ലീറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. എന്നാണ് ഈ സ്കീം ലോഞ്ച് ചെയ്തത്? 18th February 2016. ആരൊക്കെയാണ് എലിജിബിൾ? എല്ലാ ഫാമേഴ്സ് ഇൻക്ലൂഡിംഗ് ഷെയർ ക്രോപ്പേഴ്സ്, ടെനൻസ്, ലോണി ഫാമേഴ്സ്. 2020 മുന്നേ വരെ ഇതൊരു മാൻഡേറ്ററി സ്കീമായിരുന്നു. 2020 ശേഷം മുതൽ ഇതൊരു വോളണ്ടറി സ്കീമായിട്ട് മാറി. അടുത്തത് പ്രീമിയം റേറ്റ്. ഒരു ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഇൻഷുറൻസ് ഹോൾഡേഴ്സ് ഒരു പ്രീമിയം റേറ്റ് എമൗണ്ട് കമ്പനിക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിപ്പോ ഏത് ഇൻഷുറൻസ് ആയാലും, ലൈഫ് ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്. അതുപോലെ തന്നെ പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന ഒരു ഇൻഷുറൻസ് സ്കീമാണ്. ആ ഇൻഷുറൻസ് സ്കീമിന്റെ പോളിസി ഹോൾഡർ എന്ന് പറയുന്നത് ഫാമേഴ്സ് ആണ്. ഫാമേഴ്സ് ഒരു നിശ്ചിത തുക കമ്പനിക്ക് കൊടുക്കേണ്ടതായിട്ട് ഉണ്ട്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത്, ഇത് ബേസ് ചെയ്തിരിക്കുന്നത് പറയുന്നത് ടൈപ്പ് ഓഫ് ക്രോപ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പ്രീമിയം എമൗണ്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ എന്ന് പറയുന്നത് ഖാരിഫ് ക്രോപ്പ് ആണ്. ഖാരിഫ് ക്രോപ്പ് ആണെങ്കിൽ 2%, റാബി ക്രോപ്പ് ആണെങ്കിൽ 1.5%, ഹോർട്ടിക്കൾച്ചർ ആൻഡ് കൊമേഴ്ഷ്യൽ ക്രോപ്പ് ആണെങ്കിൽ 5% ആണ് പ്രീമിയം റേറ്റ് പേയബിൾ ബൈ ഫാമേഴ്സ്. ഇനി ഒരു ഇൻഷുറൻസ് പോളിസി വരുമ്പോൾ അതിന് കവറേജസും എക്സ്ക്ലൂഷൻസും ഉണ്ട്. കവറേജസ് എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ നാച്ചുറൽ ഡിസാസ്റ്റർ ഒരു കലാമിറ്റീസ് ഏതൊക്കെ സ്റ്റേജിൽ വരുമ്പോഴാണ് നമ്മൾ ബേസിക് കവറേജസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ കണ്ടീഷനിലാണ് നമ്മൾ ബേസിക് കവറേജസ് കൊടുക്കുന്നത്. ആദ്യത്തെ എന്ന് പറയുന്നത് പ്രീ സോയിങ് ടു പോസ്റ്റ് ഹാർവസ്റ്റിൽ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്നുണ്ട്. രണ്ടെന്ന് പറയുന്നത് പ്രിവെന്റീവ് സോയിങ് ഓർ പ്ലാന്റിംഗ് ഓർ ജെർമിനേഷൻ റിസ്ക്. ഇതിനൊക്കെ തടസ്സമായി വരുന്ന രണ്ട് കണ്ടീഷനാണ്. ഒന്ന് റെയിനിന്റെ ഡെഫിസിറ്റ്, അല്ലെങ്കിൽ അഡ്വേഴ്സ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ. ഈ രണ്ട് കണ്ടീഷൻ വരുമ്പോഴാണ് പ്രിവെൻഷൻ നടക്കുന്നത്, സോയിങ്ങിന്റെയോ അല്ലെങ്കിൽ ജെർമിനേഷൻ റിസ്കോ ഇതൊക്കെ സംഭവിക്കുന്നത്. മൂന്നാമത്തത് മിഡ് സീസൺ അഡ്വേഴ്സറി. നാലാമത്തത് പോസ്റ്റ് ഹാർവസ്റ്റ് ലോസസ്. പോസ്റ്റ് ഹാർവസ്റ്റ് ലോസസിൽ ശ്രദ്ധിക്കേണ്ടത്, ലോസസ് ഹാർവസ്റ്റ് കഴിഞ്ഞിട്ട് 14 ദിവസത്തിനുള്ളിൽ നടക്കുന്ന ഇതിന് മാത്രമേ കമ്പനി കവറേജ് കൊടുക്കുന്നുള്ളൂ. അഞ്ചാമത്തെന്ന് പറയുന്നത് ലോക്കലൈസ്ഡ് കലാമിറ്റീസ്. ഇനി എക്സ്ക്ലൂഷൻ. ഹ്യൂമൻ ഇന്റർവെൻഷൻ കാരണം പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ഡാമേജുകൾ ഈ ഇൻഷുറൻസ് പോളിസിയിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. എക്സാമ്പിൾ എന്ന് പറയുന്നത് വാർ, ന്യൂക്ലിയർ റിസ്ക്, മലീഷ്യസ് ഡാമേജസ്. ഇനി പ്രധാനമന്ത്രി ഫസൽ ബീമ യോജനയിൽ ഈ റീസെന്റ് കുറച്ച് അപ്ഡേറ്റ്സ് സംഭവിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? വൈൽഡ് അനിമൽസ് അറ്റാക്ക് കാരണം സംഭവിക്കുന്ന ക്രോപ്പ് ലോസസിനെ ഈ ഇൻഷുറൻസ് പോളിസി കവറേജിന്റെ അകത്തേക്ക് കൊണ്ടുവന്നു. അതൊക്കെ ലോക്കലൈസ്ഡ് റിസ്ക് ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. രണ്ടാമത്തെന്ന് പറയുന്നത് റീസ്റ്റോറേഷൻ ഓഫ് ദ പാഡി ഇനണ്ടേഷൻ. അതിൽ റീസ്റ്റോറേഷൻ എന്ന് പറയാൻ കാരണം ഇനിഷ്യൽ സ്റ്റേജിൽ പാഡി ഇനണ്ടേഷൻ കാരണം ഉണ്ടാകുന്ന ക്രോപ്പ് ലോസസിനെ ഈ പോളിസി കവർ ചെയ്തിരുന്നു. പിന്നെ ഇതിന് ഇപ്പൊ ഇനണ്ടേഷൻസ് കാരണമാണോ അഥവാ ഓവർ ഇറിഗേഷൻ കാരണമാണോ ഈ ക്രോപ്പ് ലോസ് സംഭവിച്ചതെന്ന് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഇതിനെ പോളിസി കവറേജിൽ നിന്ന് റിമൂവ് ചെയ്തത്. ഇനി ഈ രണ്ട് കേസസിലും ഫാമേഴ്സ് ആണെങ്കിൽ 72 hours അഥവാ 3 ദിവസത്തിനുള്ളിൽ ക്രോപ്പ് ഇൻഷുറൻസ് ആപ്പിൽ റിപ്പോർട്ട് അപ്ഡേറ്റ് ചെയ്തിരിക്കണം, ഇൻക്ലൂഡിംഗ് ജിയോ ടാഗ്ഡ് ഫോട്ടോസ്. ഇനി സ്റ്റേറ്റ്സിന് ഒരു റെസ്പോൺസിബിലിറ്റി കൊടുത്തിട്ടുണ്ട്. എന്താണ്? വൾണറബിൾ ഡിസ്ട്രിക്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ. എന്തിന് വൾണറബിൾ ആണ്? വൈൽഡ് അനിമൽ അറ്റാക്ക്. അതായത് സ്റ്റേറ്റ് ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം. വൈൽഡ് അനിമൽസ് ഇന്ന ഡിസ്ട്രിക്റ്റില് ഏതുതരം വൈൽഡ് അനിമൽസ് അറ്റാക്ക് ആണ് കൂടുതൽ കാണുന്നത് എന്നുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കേണ്ടത് അത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ്. ഇതൊരു സെൻട്രൽ സെക്ടർ സ്കീമാണ്. ഇതിനെ അഡ്മിനിസ്റ്റർ ചെയ്തിരിക്കുന്ന സെൻട്രൽ ഗവൺമെന്റും ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ് ഗവൺമെന്റുമാണ്. പ്രീമിയം സബ്സിഡി ഷെയർ സെൻട്രൽ ഗവൺമെന്റിന്റെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഇടയിൽ 50:50 റേഷ്യോയിലാണ്. ഫോർ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ആൻഡ് ഹിമാലയൻ റീജിയൻ ഈ ഷെയർ എന്ന് പറയുന്നത് 90:10 ആണ്. നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ആക്ച്വറിയൽ പ്രീമിയം റേറ്റ്, എന്താണ് റേറ്റ് ഓഫ് ഇൻഷുറൻസ് പേയബിൾ ബൈ ഫാമേഴ്സ്, എന്താണ് നോർമൽ പ്രീമിയം സബ്സിഡി. ആക്ച്വറിയൽ പ്രീമിയം റേറ്റ് എന്ന് പറയുന്നത് ഇൻഷുറൻസ് കമ്പനി പോളിസി ഹോൾഡേഴ്സിന് സെറ്റ് ചെയ്യുന്ന പ്രീമിയം റേറ്റിനെ പറയുന്ന പേരാണ് ആക്ച്വറിയൽ പ്രീമിയം റേറ്റ്. ഇനി റേറ്റ് ഓഫ് ഇൻഷുറൻസ് പേയബിൾ ബൈ ഫാമേഴ്സ്.
ഇത് നമ്മൾ മുന്നേ പഠിച്ചതാണ്. 1.5% റാബി ക്രോപ്പിന്, 2% ഖാരിഫ് ക്രോപ്പിന്, 5% ഹോർട്ടിക്കൾച്ചർ അഥവാ ഹോർട്ടിക്കൾച്ചർ ആൻഡ് കൊമേഴ്ഷ്യൽ ക്രോപ്സിന്. ഇനി എന്താണ് നോർമൽ പ്രീമിയം റേറ്റ്? നോർമൽ പ്രീമിയം റേറ്റ് എന്ന് പറയുന്നത് ഈ ഫാമേഴ്സ് പേ ചെയ്യുന്ന പ്രീമിയം ഒഴിച്ച് ബാക്കി വരുന്ന പൈസ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും 50:50 റേഷ്യോയ്ക്ക് ഷെയർ ചെയ്യും. അതാണ് ഈ നോർമൽ പ്രീമിയം റേറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇൻഷുറൻസ് കമ്പനി സെറ്റ് ചെയ്തത് 100 രൂപയാണ് പ്രീമിയം. ഖാരിഫ് ആണെങ്കിൽ 2% ആണ് ഫാമേഴ്സ് പേ ചെയ്യേണ്ടത്. അതായത് ഫാമേഴ്സ് 2 രൂപ പേ ചെയ്യും, ബാക്കി 97 രൂപയും സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും കൂടെ ഷെയർ ചെയ്യാണ്. അപ്പം 49 രൂപ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ഒന്നിച്ച് ഷെയർ ചെയ്ത് ഈ കമ്പനിക്ക് കൊടുക്കും. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന കുറച്ച് നോട്ടാണ്. 2020 മുന്നേ വരെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പ്രീമിയം സബ്സിഡി ഷെയറിന് ലിമിറ്റ് ഇല്ലായിരുന്നു. 90% വരെയും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പേ ചെയ്യുമായിരുന്നു. പക്ഷെ 2020 ശേഷം ഈ പ്രീമിയം സബ്സിഡിക്ക് ഒരു ലിമിറ്റ് വന്നു. ഇറിഗേറ്റഡ് ഏരിയയ്ക്കാണെങ്കിൽ 25% ആക്ച്വറിയൽ പ്രീമിയം റേറ്റ്, റെയിൻഫെഡ് ഏരിയയ്ക്കാണെങ്കിൽ 30% ആക്ച്വറിയൽ പ്രീമിയം റേറ്റ്. അതായത് ഇപ്പോ ഒരു എസ്റ്റിമേഷൻ ലോസ് എന്ന് പറയുന്നത് 25% ആക്ച്വൽ പ്രീമിയം റേറ്റ് ആണെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യും. പക്ഷേ ഇത് 25%-നെക്കാട്ടും ഉയർന്നത്, അതായത് ഒരു 50%ലേക്ക് പോവുകയാണെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 25% മാത്രമേ പേ ചെയ്യത്തുള്ളൂ, 50% പോവത്തില്ല, അത് കോമ്പൻസേറ്റ് ചെയ്യത്തില്ല. അടുത്ത രണ്ടാമത്തെ പ്രൊവിഷൻ ഓഫ് ദ ക്ലെയിം അപ് ടു 25% ഓഫ് സം ഇൻഷുർഡ്. എന്തിനാണ്? പ്രിവെന്റബിൾ സോയിങ്ങിനാണ്. അടുത്ത മൂന്നാമത്തെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റേറ്റ് ഒരു എമൗണ്ട് ഇൻഷുറൻസ് കമ്പനിക്ക് പേ ചെയ്യണം. ഈ ഇൻഷുറൻസ് കമ്പനിക്ക് പേ ചെയ്യേണ്ട എമൗണ്ട് ഒരു ടൈം ലിമിറ്റിന് കഴിഞ്ഞിട്ടും പേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഇൻഷുറൻസ് കമ്പനിക്ക് പെനാൾട്ടി കൊടുക്കണം. അതെങ്ങനെയാണ്? 12% ഇൻട്രസ്റ്റ് റേറ്റിലാണ് പെനാൾട്ടി പോകുന്നത്. അതായത് ഈ പ്രിസ്ക്രൈബ്ഡ് കട്ട് ഓഫ് ഡേറ്റിന് ശേഷം 3 മാസത്തിന് ശേഷവും ഈ ഒരു പ്രീമിയം റേറ്റ് സ്റ്റേറ്റ് കൊടുത്തില്ല എങ്കിൽ ഇൻഷുറൻസ് കമ്പനിക്ക് 12% ഇൻട്രസ്റ്റ് റേറ്റിൽ പെനാൾട്ടി സ്റ്റേറ്റ് ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കേണ്ടി വരും. So that's the end of the session. If you like the video, do like, share and subscribe, and let me know your review on the comment section. Thank you.